ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 20 വ്യാഴാഴ്ച ദിവസമാണ്. അപ്പം നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേയും കൂടെയാണെന്ന്. അപ്പം നമുക്കറിയാം വീക്ക്ലി എക്സ്പയറി ഡേ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഓപ്ഷൻ ബയേഴ്സിന് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രീമിയത്തിൽ എറോഷൻ വരുന്ന ഫാസ്റ്റായിട്ട് മെൽറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സ് ഇന്ന് ഏറ്റവും കെയർഫുൾ ആകേണ്ട ദിവസമാണ്. അഗ്രസീവായിട്ട് നിങ്ങൾ മോർണിംഗിൽ തന്നെ നിങ്ങൾ അഗ്രസീവായിട്ട് പൊസിഷൻസ് എടുക്കരുത്. നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് നിഫ്റ്റി ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സർട്ടൺ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പം ആ ഒരു ചാർട്ട് പാറ്റേൺ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഒരു നിഫ്റ്റി ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ആ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഞാൻ ഈ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാനതൊന്ന് വരച്ച് കാണിക്കാം. അതായത് ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് അറിയായിരിക്കും. അതായത് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പം നമ്മൾ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ. അപ്പം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പം ആ ഒരു പ്രോപ്പറായിട്ട് ഒരു ചാർട്ട് പാറ്റേൺ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു കപ്പിന്റെ ഒരു റേഞ്ച് എന്താണ്, അതായത് ഇപ്പം ഇവിടെ ഏകദേശം ഒരു 650, 630, 640 പോയിന്റ് ആണ് ഈ ഒരു കപ്പിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം അത്രയും തന്നെ ആയിരിക്കും ടാർഗറ്റ് എന്നാണ് ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ടെക്നിക്കൽ ചാർട്ട് പാറ്റേണിന്റെ ഒരു ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം നിഫ്റ്റിയിൽ ഒരു 23,216 അല്ലെങ്കിൽ 23,200 അല്ലെങ്കിൽ 300 എന്നുള്ളൊരു റേഞ്ച് നിങ്ങൾ കണക്ക് കൂട്ടിക്കുക ഏകദേശം. അപ്പം ഈ ഒരു ചാർട്ട് പാറ്റേൺ പ്രോപ്പറായിട്ട് നിഫ്റ്റിയിൽ, അതായത് ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന 23,300 അല്ലെങ്കിൽ 23,300 എന്നുള്ളത് ഒരു ടാർഗറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ചാർട്ട് പാറ്റേണിന്റെ ഒരു ബ്രേക്ക് ഔട്ടിൽ. അപ്പം ആ ലെവൽ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അതിപ്പം ഇന്ന് തന്നെ സംഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർട്ട് പാറ്റേണിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ടാർഗറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ 23,300 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ ഏകദേശം. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ലെവല് ഒരു 2-3 മാസം ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ടായിട്ട് നിന്നൊരു ലെവലായിരുന്നു. അപ്പം ആ ഒരു സപ്പോർട്ട് ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ഉണ്ടായിട്ട് അത് ഒരു ടഫ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുമായിരുന്നു ഈ ഒരു ലെവല്. അപ്പം അതിനുശേഷം ഇപ്പം അത് വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പം അതായത് ഈ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് നിഫ്റ്റി തിരിച്ചു പിടിച്ചു. അതായത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡില് ഈ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ടിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതും ഒരു പോസിറ്റീവാണ്. അപ്പം അതുകൊണ്ട് നിഫ്റ്റി ഇനിയും ഒരു അപ്പ് മൂവ്മെന്റ്, അതായത് ഒരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ 22,782 എന്ന് പറഞ്ഞ ഏകദേശമുള്ള ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കലാണ്. അപ്പം ഈ ലെവലിന് താഴോട്ട് ഇനിയും ബ്രേക്ക് ഡൗൺ ചെയ്തില്ല എങ്കിൽ നിഫ്റ്റിയിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. ഇന്ന് തന്നെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് നിഫ്റ്റിയുടെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്ന ലെവല് നിഫ്റ്റി തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ 2 ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. അതുകൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിഫ്റ്റിയുടെ നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഫോളിന്റെ 50% ലെവൽ ഇതാണ്. അപ്പം ഇന്നലത്തെ ക്ലോസിങ് ഏകദേശം ഈ ഒരു ഫോളിന്റെ 50% റിട്രേസ്മെന്റ് ലെവൽ എത്തി നിൽക്കുവാണ്. അതുകൊണ്ട് ഈ ലെവലിന് മുകളിൽ ഇന്ന് വീണ്ടും സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ടാർഗറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 23,300 എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പം നിഫ്റ്റി ഒരു നല്ല സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വല്ലതും വന്നെങ്കിൽ മാത്രമേ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് നെഗേറ്റ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പിന്നെ അത് നെഗറ്റീവായിട്ട് പോകും. അപ്പം അതുകൊണ്ട് ഒരു അൺലെസ് ആൻഡ് അണ്ടിൽ ഒരു സ്ട്രോങ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാത്തിടത്തോളം സമയം നിഫ്റ്റിയിൽ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനാണ് പോസിബിലിറ്റി ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മുടെ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിലോട്ട് നമുക്ക് പോകാം. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം,
നിഫ്റ്റി 2 ദിവസമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റില്ല. അതായത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിഫ്റ്റി അങ്ങനെ വലിയൊരു കറക്ഷൻ ഒന്നും ഇല്ലാതെ 2 ദിവസമായിട്ട് ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെന്റ്. പലപ്പോഴും ഇങ്ങനെ പോകുമ്പോഴത്തേനും നമുക്ക് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രശ്നമില്ല, പക്ഷെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് മാർക്കറ്റ് ഒരു വൺ വേ ഡയറക്ഷനിൽ പോകുമ്പോഴത്തേനും നമുക്ക് ട്രേഡിങ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലും സപ്പോർട്ട് ലെവലും നമുക്ക് മാർക്കറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റ് കിട്ടുന്നത്. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ ഒരു വൺ വേയിൽ പോകുമ്പോഴത്തേനും, അത് മേളിലോട്ടാണെങ്കിലും ശരി താഴോട്ട് ആണെങ്കിലും ശരി, ഒരു വൺ വേ ആയിട്ട് പോകുമ്പോഴത്തേനും നമുക്കൊരു കൺഫ്യൂഷൻ ആണ് എവിടെ എൻട്രി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ടാർജറ്റ് എത്രയായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വലിയൊരു പിടി കിട്ടത്തില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൺ വേ ഒരു അപ്പ് മൂവ്മെന്റ് പോകുമ്പോഴത്തേനും നമുക്ക് എവിടെ വെച്ചാണ് മാർക്കറ്റ് റിവേഴ്സ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ട്രേഡബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ദിവസങ്ങളാണ് നമുക്ക് ഏറ്റവും കൺവിക്ഷനോടുകൂടി ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിന്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇന്നലത്തെ നിങ്ങൾക്ക് അറിയാം, അതായത് മാർക്കറ്റ് ഓപ്പണിംഗിൽ ഒരു ചെറിയ സ്ലൈറ്റ് ഫോള് വന്നിട്ട് മാർക്കറ്റ് ആ ഓപ്പൺ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആ ലെവല് കുറെ നേരം സപ്പോർട്ട് എടുത്ത് നിന്നു. അപ്പം ഇതാണ് ആ ലെവല്. ഈ ലെവലിലൂടെ മാർക്ക് ചെയ്യാം. അപ്പം ഇന്നലെ നിഫ്റ്റി ആ ഒരു റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട് ലെവലിന് മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് നിഫ്റ്റിക്ക് ഇന്നലത്തെ ഒരു ക്ലോസിങ്ങിന്റെ ഒരു നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. പക്ഷെ ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് ആയിട്ട് നിഫ്റ്റി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു റേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൺസ് ഇന്നിപ്പം ഈ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാതെ നിഫ്റ്റി ഒരു മണിക്കൂറെങ്കിലും സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻ കേസ് ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്താണ്, അല്ലെങ്കിൽ ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ ലെവലിന് താഴെ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് തന്നെ ഈ ലെവൽ നിൽപ്പുണ്ട്. അതായത് ഇവിടുന്നാണ് ഇന്നലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി കയറിപ്പോയത്. അതുകൊണ്ട് ഈ ഒരു ലെവല് അടുത്ത സപ്പോർട്ടായിരിക്കും ഇൻ കേസ് ഈ ലെവല് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ. ഇൻ കേസ് ഈ ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ പറയുന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു കോൾ സൈഡിലോട്ട് എൻട്രി നിങ്ങൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. അഗ്രസീവായിട്ട് ഈ ലെവലിന് താഴെയാണെന്ന് പറയുന്നത് അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2 തവണ സപ്പോർട്ട് എടുത്ത്, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലും ഈ ഒരു ലെവലോ തൊട്ട് തലേദിവസത്തെ ഈ ഒരു ലെവലും കൂടെ, അതായത് ഈ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തായിരുന്നു. അപ്പം ഈ ഒരു സപ്പോർട്ട് ലെവലും കൂടെ തൊട്ട് താഴെയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലെവലും കൂടെ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതായത് ഈ 2 ലെവലുകൾ. നിഫ്റ്റി ഇതിന് താഴെയാണ്, ജസ്റ്റ് താഴെ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോകരുത്. കാരണം ഞാൻ ഈ ലെവല് ആദ്യം ഈ ഒരു 22,812 എന്ന് പറഞ്ഞ ലെവൽ സപ്പോർട്ട് എടുക്കാം. അതും ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 22,782 എന്ന് പറഞ്ഞ ലെവൽ സപ്പോർട്ട് എടുക്കാം. ഇൻ കേസ് ഈ ലെവലും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോയെങ്കിൽ മാത്രം നമുക്ക് പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ലെവല് നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം. അതായത് തൊട്ട് മുന്നത്തെ എന്നുള്ള ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രീവിയസ് സിംഗിളും ഉണ്ട്. അപ്പൊ ഈ ലെവലും അടുത്ത സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ അഗ്രസീവായിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ പുട്ട് സൈഡിലോട്ട് ഇന്ന് പോകരുത്. കാരണം മാർക്കറ്റ് തൊട്ട് താഴെ നല്ല സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോകരുത്. ഇനിയും ചിലപ്പം ചില കേസുകൾ ചിലപ്പം ഈ 2 ദിവസം അപ്പ് മൂവ്മെന്റ് വേണമെങ്കിൽ ഫുള്ള് റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചിലപ്പം ഈ എൻറ്റയർ അപ്പ് മൂവ്മെന്റിന്റെ ചിലപ്പം ഇത് നെഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു ഫസ്റ്റ് ടൈം, അത് കഴിഞ്ഞിട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു താഴോട്ട്, അത് കഴിഞ്ഞിട്ട് ഈ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴോട്ട് വീണ്ടും പോരുവാണെങ്കിൽ നിഫ്റ്റിക്ക് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട്
ഈ പറഞ്ഞ സപ്പോർട്ട് ലെവലുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പം ഈ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോകരുത്. പ്രോപ്പറായിട്ടുള്ള പ്രൈസ് ആക്ഷൻ, അതായത് ഈ ലെവലൊക്കെ വരുമ്പോഴത്തേനും ഒരു അരമണിക്കൂറെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പുട്ട് സൈഡിലോട്ട് എൻട്രി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പം എപ്പോഴും നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരു മാർക്കറ്റ് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലോ സപ്പോർട്ട് ലെവലോ തന്നു കഴിയുമ്പോഴത്തേനാണ് നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല എൻട്രി എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൺ വേ ആയിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഒരിക്കലും നമുക്കൊരു ഒരു ഒരു ടാർജറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലോ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഗ്രസീവായിട്ട് നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കും. ഇപ്പം വൺ വേ ആണ്. അപ്പം ഇന്ന് ഇപ്പം ഈ മാർക്കറ്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അഗ്രസീവായിട്ട് ഇന്നിപ്പം എക്സ്പയറി ആയതുകൊണ്ട് അഗ്രസീവായിട്ട് നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമുക്കിപ്പം അടുത്ത റെസിസ്റ്റൻസ് നിഫ്റ്റി എവിടെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ ലെവലുകളൊക്കെ ഇനി അടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നിൽപ്പുണ്ട്. 23,000 ലെവൽ എന്ന് പറയുന്നത് അടുത്ത സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് അഗ്രസീവായിട്ട് നിങ്ങൾ കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും എൻട്രി എടുക്കാതിരിക്കുക. മാർക്കറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് പ്രകാരം മാത്രം എൻട്രി എടുക്കുക. സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസുകൾ കീപ്പ് ചെയ്യുക. എപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു മാനേജബിൾ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ മേടിക്കുമ്പോഴത്തേനും അതൊരു സ്ട്രോങ് ഒരു സപ്പോർട്ടിലാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളൊരു പുട്ട് ഓപ്ഷനാണ് മേടിക്കുന്നതെങ്കിൽ അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസിലാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇങ്ങനത്തെ കുറച്ച് ബേസിക്കുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ അത്യാവശ്യം വലിയ ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡിങ് എപ്പോഴും എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ ട്രേഡിങ്ങിന് കൊടുക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക്, കാരണം ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് അല്ല അടുത്ത ദിവസം. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് കുറെ സമയം എടുക്കും നമുക്ക് ഇതുമായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിന്റെ ഒരു ചാർട്ട് പാറ്റേൺസും പ്രൈസ് ആക്ഷൻ പാറ്റേൺസും ഒക്കെ നമുക്ക് കുറച്ച് നാൾ കണ്ട് നമുക്ക് പിടി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ഷമയോടുകൂടി ട്രേഡ് ചെയ്യുക. അഗ്രസീവായിട്ട് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പൗട്ട് ആവാതെ നമ്മൾ ക്യാപിറ്റൽ ബ്ലാസ്റ്റ് ചെയ്യാതെ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇന്ന് മാർക്കറ്റ് പ്രത്യേകിച്ച് ഇപ്പം നിഫ്റ്റി എക്സ്പയറി ഡേ ആയതുകൊണ്ട് അഗ്രസീവായിട്ട് ഒരു മോർണിംഗിൽ തന്നെ ട്രേഡ് ചെയ്ത് ലോസ് വരുത്തി നമ്മുടെ ക്യാപിറ്റൽ ബ്ലാസ്റ്റ് ചെയ്യായിരിക്കും. ഓക്കെ, താങ്ക് യു.